എല്ലാവർക്കും നമസ്കാരം. ഞാൻ യദു പഴയിടം. എൻ്റെ അച്ഛൻ പഴയിടം മോഹനൻ നമ്പൂതിരി. അച്ഛൻ്റെ അതേ പാത പിന്തുടരാനാണ് എനിക്കും ആഗ്രഹം. ഈ ഓണക്കാലത്ത് ഓണസദ്യയെപ്പറ്റി അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മളെല്ലാവരും വീടുകളിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ കഴിഞ്ഞ ഓണക്കാലം വരെ പൊതുവെ ഓണാഘോഷങ്ങളാണെങ്കിലും എന്ത് ആഘോഷങ്ങളാണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയാണ് സദ്യകൾ ഏൽപ്പിക്കാറ് പതിവ്. പക്ഷേ ഈ ഓണക്കാലത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും വീടുകളിൽ തന്നെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് നമുക്ക് വീട്ടിലൊരുക്കാൻ പറ്റുന്ന സദ്യയുടെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പൂരക്കളിയുടെ താളപ്പെരുക്കത്തിൽ പൂരം കൊടിയേറുന്നേ, ഓണക്കളിയുടെ മേളത്തിലാടുവാൻ മങ്കമരത്തുണ്ടേ, ഒട്ടും പട്ടം കാണാൻ വാടി പട്ടുടുത്ത പെണ്ണെ, ഒട്ടും ചാന്തും വാങ്ങാൻ ചേരി മുട്ടി മുട്ടി നിൽക്കാൻ, പൂരം പൂരം കൂടാൻ പൂതി കൂടുന്നുണ്ടേ, തൊട്ടുകൂട്ടാൻ നീയുണ്ടെങ്കിൽ കൊട്ടുപടി വാങ്ങാൻ. ഓണസദ്യയെ പറ്റി ഓർക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് വിഭവങ്ങളുണ്ട്. പപ്പടം, പഴം, പായസം എന്നിങ്ങനെ. ഇലയിൽ നമ്മൾ സദ്യ വിളമ്പുന്ന ഐറ്റംസിന് ഒരു ഓർഡറുണ്ട്. അതായത് ആദ്യം ഉപ്പ് വിളമ്പിയാൽ ഉപ്പിന് തൊട്ട് മുകളിലായിട്ട് ഉപ്പേരി വിളമ്പും, കായ വറുത്തതും ശർക്കര വരട്ടിയും. അതിന് മുകളിൽ നമ്മൾ അച്ചാർ വിളമ്പും, നാരങ്ങക്കറി, മാങ്ങക്കറി. പിന്നെ വിളമ്പുന്നത് പുളിയിഞ്ചിയാണ്. പിന്നെ കിച്ചടി, പച്ചടി, ഓലൻ, തോരൻ, കൂട്ടുകറി, അവിയൽ. അതിനുശേഷം നമ്മൾ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ ആദ്യം പരിപ്പും നെയ്യും വിളമ്പും. അതിനുശേഷം നമ്മൾ ചില സ്ഥലങ്ങളിൽ സാമ്പാർ വിളമ്പും, മറ്റു ചില സ്ഥലങ്ങളിൽ പുളിശ്ശേരി വിളമ്പും. സാമ്പാർ അല്ലെങ്കിൽ കാളനും പുളിശ്ശേരിയും നമ്മൾ പറയും. സാമ്പാറും കാളനും കൂട്ടി ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രസം വിളമ്പും. രസം കൂട്ടി ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസം വിളമ്പും. പായസം വിളമ്പി കഴിഞ്ഞാൽ, പായസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പായസം കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഇലയിൽ തന്നെ പായസം വിളമ്പും, ചിലപ്പോൾ ഗ്ലാസ്സിലായിരിക്കും നമ്മൾ വിളമ്പുക. ഈ പായസം കൂട്ടി നമ്മൾ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ ചോറ് വാങ്ങിയിട്ട് ഒപ്പം കുറച്ച് മോരും കൂടെ കൂട്ടി കഴിച്ചിട്ടാണ് നമ്മൾ സദ്യ അവസാനിപ്പിക്കുക. മേഘം മാഞ്ഞു മറഞ്ഞേ, മഴവില്ലിൻ പൂക്കളമെഴുതാ. ഞങ്ങളുടെ അനുഭവത്തിൽ സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാളനെ പറ്റി പറയാം. കാളൻ എന്ന് പറയുമ്പോൾ പാലക്കാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ വള്ളുവനാടൻ ശൈലിയിലൊക്കെ നമ്മൾ കാളൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കട്ടിക്കാളനാണ്, ചമ്മന്തി കാളനായിട്ടാണ് വിളമ്പുക. അതേസമയം നമ്മൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ സൈഡിലെ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ വിളമ്പുന്ന സമയത്ത് കുറച്ച് നീട്ടിയ കാളൻ അല്ലെങ്കിൽ നീട്ടിക്കാളൻ അല്ലെങ്കിൽ പുളിശ്ശേരി എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളമ്പുക. ഓലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓലൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വിഭവങ്ങൾ കൂട്ടി സദ്യ കഴിക്കുമ്പോൾ നമ്മൾ ഒരു വിഭവം കൂട്ടി കഴിച്ചിട്ട് അടുത്ത വിഭവം കൂട്ടി കഴിക്കുന്നതിന് മുമ്പായിട്ട് ഓലന് തൊട്ട് നക്കണം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഓലൻ ഒരു സ്വാദില്ലാത്ത വിഭവമാണ്, പ്രത്യേകമായിട്ടൊരു വികാരമില്ലാത്ത ഒരു വിഭവമാണ് ഓലൻ. അപ്പം ഓലൻ കഴിച്ചിട്ട് മറ്റൊരു വിഭവം കഴിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് കഴിക്കുന്ന വിഭവത്തിൻ്റെ സ്വാദ് നമ്മളുടെയൊക്കെ നാക്കിൽ നിൽക്കുള്ളൂ എന്നാണ് പൊതുവെ പഴമക്കാരൊക്കെ പറയുക. ഇനി സാമ്പാറിനെ പറ്റി പറയട്ടെ. സാമ്പാർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സൈഡിൽ സാമ്പാർ നമ്മൾ പാകം ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഈ ഉണ്ടമുളക് ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കുക. ഉണ്ടമുളക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ഞങ്ങളൊക്കെ കോട്ടയംകാരാണ്, ഈ കോട്ടയം സൈഡിലൊന്നും അധികം കാണാത്ത ഒരു വലുപ്പം കുറഞ്ഞിട്ട് നല്ല വണ്ണമുള്ളൊരു മുളകാണ് ഉണ്ടമുളക്. സാമ്പാറിൽ ഉണ്ടമുളക് പൊതുവെ ഈ ഭാഗത്ത് ഇടാറില്ല. പക്ഷേ കൊല്ലം, തിരുവനന്തപുരം സൈഡിലുണ്ടാകുന്ന എല്ലാ സദ്യക്കും നമ്മൾ ഈ ഉണ്ടമുളക് സാമ്പാറിൽ ഇടാറുണ്ട്. പൊതുവെ സദ്യയിൽ ഒഴിച്ചുവിടാനാവാത്ത മറ്റൊരു വിഭവമാണ് പച്ചടി. പൈനാപ്പിൾ കൊണ്ടാണ് നമ്മൾ എല്ലാവരും തന്നെ പച്ചടി പാകം ചെയ്യുക. പച്ചടി എന്ന് പറയുന്നത് മധുരമുള്ള കറിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പൈനാപ്പിൾ പച്ചടി. ഓണസദ്യയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളൊന്നാണ് കിച്ചടി. കിച്ചടി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കിച്ചടി പാവയ്ക്കയാണ്. നല്ല പുളിയുള്ള മോര് ചേർത്തുണ്ടാക്കുന്ന കിച്ചടിയാണ് സദ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചു വരുന്ന ഒന്ന്. എല്ലാ സദ്യയിലും ഒഴിച്ചുവിടാനാവാത്ത മറ്റു രണ്ട് വിഭവങ്ങളാണ് കൂട്ടുകറിയും അവിയലും. കൂട്ടുകറി സ്പൈസി ആയിട്ടുള്ള കൂട്ടുകറിയാണ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അതേസമയം എരിവ് കുറച്ചിട്ടുള്ള കൂട്ടുകറി ചില ആൾക്കാർ പ്രത്യേകമായിട്ട് നമ്മളോടൊക്കെ പറയാറുണ്ട്. കാരണം ഒത്തിരി എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒരുപക്ഷെ ഒത്തിരി എരിവ് സഹിക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ പറയും കൂട്ടുകറി കുറച്ച് എരിവ് കുറയ്ക്കാട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അവിയലിനെ പറ്റി പറയുമ്പോൾ അവിയലില്ലാത്ത കഷ്ണങ്ങളില്ല എന്നാണ് പറയുക. സദ്യക്കകത്ത്
നമ്മൾ ബാക്കി എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പച്ചക്കറി കഷ്ണങ്ങളും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞുണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവിയൽ. അവിയൽ ഇല്ലാതെ ഒരു സദ്യയും ഒരു മലയാളിക്കും കഴിക്കാൻ പറ്റത്തില്ല. സദ്യയിലെ മറ്റൊരു വിഭവമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്ന് പറയും, ഇഞ്ചിപ്പുളി എന്ന് പറയും, പുളിയിഞ്ചി എന്നും പറയും. ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് ഇഞ്ചി വറുത്തെടുത്തിട്ട് ശർക്കര പാനി ഉണ്ടാക്കി അതുമായിട്ട് മിക്സ് ചെയ്ത് ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പൊതുവെ നമ്മൾ മലയാളികൾ സദ്യ കഴിക്കുമ്പോൾ ഇഞ്ചിക്കറി ഇല്ലാണ്ട് ഒരു സദ്യ പോലും നമ്മൾ കഴിക്കാറില്ല. ഓണസദ്യയിൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളിലൊന്നാണ് ഓണസദ്യയ്ക്കൊപ്പം വിളമ്പുന്ന പായസം. പൊതുവെ പായസങ്ങൾ, ഒത്തിരി പായസങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അടപ്രഥമനുണ്ട്, പാലടപ്രഥമനുണ്ട്, പരിപ്പ് പായസമുണ്ട്, പാൽപ്പായസമുണ്ട്, ഉണക്കലരി പായസമുണ്ട്, ഇടിച്ചുഴിഞ്ഞ പായസം. ഉണക്കലരി പായസം ഇടിച്ചുഴിഞ്ഞ പായസം എന്നും പറയും. പൈനാപ്പിൾ പായസമുണ്ട്, മത്തങ്ങ പായസമുണ്ട്. നമ്മൾ പല പായസങ്ങളും നമ്മൾ സദ്യയിൽ പരീക്ഷിക്കാറുണ്ട്, നമ്മൾ മലയാളികൾ പരീക്ഷിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പായസം എന്താണെന്ന് ചോദിച്ചാൽ പറയും പാലടപ്രഥമനാണെന്ന് പറയും. നമ്മൾ ഈ സ്വീറ്റ് ബോളി എന്ന് കേട്ടിട്ടില്ലേ? അതായത് കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന പരത്തിയെടുക്കുന്ന ചപ്പാത്തി പോലുള്ള ഒരു ബോളിയുണ്ട്. ഈ പാലടപ്രഥമൻ അല്ലെങ്കിൽ പാൽപ്പായസം ബോളിങ്ങനെ ചേർത്തുള്ള കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അതൊരു അസാധ്യ കോമ്പിനേഷനാണ്. അത് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. എത്ര കഴിച്ചാലും വീണ്ടും 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 കഴിക്കാൻ തോന്നുന്ന ഒരു കോമ്പിനേഷനാണ് പാലടപ്രഥമനും ബോളിയും ഒക്കെ. അപ്പോൾ സദ്യ പൂർണ്ണമായി എന്ന് പറയണമെങ്കിൽ നല്ല അസല് പായസം കൂട്ടി സദ്യ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ സദ്യ എത്രയാണ് എല്ലാ രീതിയിലും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിൽ വീട്ടിലൊരു സദ്യ വെച്ച് നമ്മളൊക്കെ ഓണം ആഘോഷിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് സമയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലോണം പാടാം, നല്ലോണം കൂടാം, താളത്തിലാടാം, താളത്തിലാടാം, ഊഞ്ഞാലേറാം, ഭൂലോകം കാണാം. നല്ലോണം പാടാം, നല്ലോണം കൂടാം.